ധ്യാനിൻ്റെ കൂടെയാണ് ഈ സിനിമ അഭിനയിക്കുന്നത്, ദുർഗയാണ് നായിക. ആ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി തന്നെ ഷൈൻ വരുന്നത്. ഷൈൻ അതിൽ ഒതുക്കി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ധ്യാനാണ് കൂടുതൽ സീൻ, ഷൈനാണ് കൂടുതൽ സീൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയിൽ വരും? സത്യമായി ഞങ്ങൾ രണ്ടുപേരുമില്ല കൂടുതൽ സീൻ. ഇതിൽ ഞങ്ങൾ രണ്ടുപേരല്ല ഈ സിനിമ ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ആൾക്കാർ. മുകേഷ് ഏട്ടനും ഉർവശി ചേച്ചിയുടെ സിനിമയാണ് അയ്യർ എന്ന് പറയുന്നത്. ബാക്കി പുള്ളിക്കാരൻ അയ്യർ എന്ന് പറയുന്നത് മുകേഷ് ഏട്ടന്റെ ക്യാരക്ടറാണ്. അയ്യറുടെ മകനാണ് പുള്ളി. അപ്പൊ എന്തായാലും അയ്യറുടെ വേഷം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഉർവശിയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തത് ശരിയാവില്ല. പിന്നെയുള്ളത് അയ്യറുടെ കാമുകിയായിട്ട് റോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അയ്യറുടെ റോള് ഓരോ പടത്തിലും ഓരോരുത്തർക്കും ഉള്ള റോളുകൾ കറക്റ്റായിട്ടുണ്ട്. ആ റോളുകൾ കറക്റ്റായിട്ട് ഓരോരുത്തർക്ക് കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു നടൻ ഉണ്ടാവുന്നത്. അല്ലാതെ കൂടുതലും നേരം വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമുക്ക് ചേരാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്ക് ആക്ടറിനും ഉപകാരമില്ല, സിനിമയ്ക്കും ഉപകാരമില്ല. അപ്പോൾ ഇതിൽ ഫ്രെഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അത് പുള്ളി ഒരു ദുബായിൽ അത്യാവശ്യത്തിന് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഡെസേർട്ട് ഡ്രൈവറാണ് ഇദ്ദേഹം. ഫ്രണ്ട്സുകളെ ദുബായിലേക്ക് വിളിക്കുകയും ദുബായിയുടെ എല്ലാ വഴികളിലൂടെ നടത്തുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഒരുപാട് കൂടുതലിൽ നിന്ന് വഴിതെറ്റിയവരാണല്ലോ ഞാൻ. എന്നെ വഴിതെറ്റിച്ചു സിനിമയല്ല ജീവിതത്തിൽ. പെട്ടെന്ന് പഴയ കാര്യങ്ങൾ പഴയ ഒരുമിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഓർത്താം. ജഗണ തിരുമന്റെ നമ്മള് കണ്ടിട്ടില്ലല്ലോ മുന്നേ. ഞങ്ങൾ ഓൾറെഡി വഴിതെറ്റി വന്ന ആളുകളായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് വഴിതെറ്റിക്കേണ്ട വന്നിട്ടില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നു എന്നുള്ള മാർക്കറ്റിംഗ്, അത് പ്രേക്ഷകരുടെ മനസ്സിൽ ശരിക്കും ഒരു സ്ഥാനം ഉൾക്കൊണ്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയും ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ സിനിമയല്ല എന്നുള്ളതാണ്. ക്യാരക്ടർ ഉണ്ടല്ലോ, അതെ അതെ, അതിലൊരു പ്രത്യേകത ഉണ്ടാവില്ലേ? പക്ഷേ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ സ്ക്രീൻ ടൈം ഉള്ളത് കമ്പാരിറ്റീവ്ലി, കാരണം ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന മുകേഷ് ഏട്ടൻ, അവരുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ മുകേഷ് ചേച്ചിയും മുകേഷ് ഏട്ടനും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും മുകേഷ് ഏട്ടൻ്റെ ഉർവശി ചേച്ചിയുടെയും സീക്വൻസുകളും അവരുടെ ഹ്യൂമറുകളും, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള കുറേ രസകരമായിട്ടുള്ള പഴയ വിൻറ്റേജ് മുകേഷ് ഏട്ടൻ കുറേ പരിപാടികളുണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മുകേഷ് ഏട്ടനുണ്ട്. എനിക്ക് കേട്ടപ്പോഴും നിഷാദ് കഥ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ദുർഗ ഇതിനെപ്പറ്റി ഒരു ലൈൻ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം തോന്നിയത് എൻ്റെ ക്യാരക്ടറിനോടോ അല്ലെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെ ക്യാരക്ടേഴ്സിനോടല്ലോ ഇവരുടെ ഒരു പരിപാടിയുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു എന്താ പറയണ്ടേ, അതിനൊരു ഭംഗി ഉണ്ടാവും, അതിനൊരു രസം ഉണ്ടാവും. ഞാൻ തിയേറ്ററിലൊരു രസം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാവുന്നുള്ളവർ ഈ പറഞ്ഞ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ അച്ഛൻ ഏറ്റവും അഭിനയത്തിന് ഏറ്റവും കഴിവുള്ള, അച്ഛൻ ഒത്തിരി നായികമാരുണ്ടെങ്കിലും ഉർവശിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അച്ഛൻ ഒരു സിനിമ 1-2 സിനിമകളിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടി ഉർവശിയാണെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. അതിന് ഒരു മാറ്റവുമില്ലാന്ന് ഈ സിനിമ കാണുമ്പോൾ വീണ്ടും തെളിയിക്കപ്പെടുന്നു അല്ലേ? പിന്നെ അവരെ നമ്മൾ മാർക്ക് കൊടുക്കേണ്ട ഒരു അതിൻ്റെയൊക്കെ വേ ഹെഡ് അവരൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും അവർ ചെയ്യാനൊന്നും ബാക്കിയില്ല. അപ്പം അത് എനിക്കൊന്നും എല്ലാ ഭാഷകളിലും അല്ലേ, തമിഴിലും തെലുങ്കിലും ഇതിലൊക്കെ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ചെങ്കിലും അവരുടെ മകനായിട്ട് അഭിനയിക്കുക, എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഇതിലെ സിനിമയുടെ കഥയോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഉർവശി ചേച്ചിയുടെ മകനായിട്ട് അല്ലെങ്കിൽ മുകേഷ് ഏട്ടൻ്റെ മകനായിട്ട് ഒരു സിനിമ അത് നമ്മുടെ ഫിൽമോഗ്രാഫിയിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു, അത് നമ്മളൊരു ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ? ഉറപ്പാണ്. നിങ്ങൾ തമ്മിലുള്ള ഇൻ്റർവ്യൂസ് നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറുണ്ടോ? ഷൈൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഷൈനെ നിങ്ങൾ കാണുമ്പോൾ ഇല്ല, നമ്മളെ ഈ ഷൂട്ടിനിടയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, അതിനുശേഷം ഇപ്പം ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഇന്റർവ്യൂ കണ്ടിട്ട് നന്നായിട്ട് ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷൈൻ. അങ്ങനെയല്ല, ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ നന്നായി ചെയ്തു ഒരു വർക്കാവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, നമ്മൾ അങ്ങനെ ഇന്റർവ്യൂ ഒരിക്കൽ എന്റെ ബാസിയുടെ ഒരു പരിപാടി ഉണ്ട്, തെരിമേരി എന്നുള്ള പരിപാടി. അതിൽ നിങ്ങളോട് വളരെ മോശമായിട്ട് ഞാനും ബാസിയും പെരുമാറിയത് ഇവരും ഞാൻ പറഞ്ഞതല്ലേ കൂടിയിരുന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയാ, ഇത്രയും മോശമായിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങൾ പെരുമാറിയ? ഞാൻ പെരുമാറിയിരുന്നു ശരിക്കും നിങ്ങളോട് അങ്ങനെ മോശമായിട്ട്? അല്ലല്ല, എനിക്ക് കൂടുതലായിട്ട് മോശമായിട്ട് പെരുമാറിയ ബാസി ആയിരിക്കും. കൃത്യമായിട്ട് പറയും. ഞാൻ പറഞ്ഞു.
അവിടെ ഒന്നുമല്ലാതെ നിൽക്കേണ്ടതായി വന്നു. അതിൽ അവിടെ ഒന്നും പറയാൻ പറ്റാതെ ഏത് സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്നുള്ള ചെറുതായി പോയി. പക്ഷെ നൈസായിട്ട് ബാസ്കറ്റ് കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇടക്ക് ഉള്ളിൽ അല്ലേ, ഞാൻ പുള്ളിനേക്കാൾ മുന്നേ കാണാൻ തുടങ്ങിയതാണ് ബാസിനെ. ശരിയാ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം വരെ പിന്നെ ഞാനും ബാസിയും ഓൾറെഡി സ്റ്റേജിലുമായിരുന്നു. ഞങ്ങൾ അതിലെ നടന്മാരുമാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി സ്റ്റേജിലായിരുന്നു. നിങ്ങൾ അതിനുശേഷമാണ് സ്റ്റേജിലേക്ക് കയറി വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്ക് അതേപോലെ തന്നെ എനിക്കും ഭയങ്കര സൗഹൃദമുള്ള ഒരു സുഹൃത്താണ്. എന്നിട്ട് ഞാൻ കൃത്യമായി വന്ന് പറഞ്ഞു അവൻ ചെയ്ത മോശമാണ് അല്ലേ. ഒരു സുഹൃത്ത് മോശം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ വേറൊരു കൂട്ടുകാരന്റെ കടമ അല്ലേ? ചോദ്യമാണ്. രണ്ടു കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു കൂട്ടുകാരന്റെ കടമ. ഞാൻ നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞല്ലോ, അവനെ പറ്റി മോശമായിട്ട് പറഞ്ഞു. പക്ഷെ കൂടുതൽ നേരം നിന്നത് ആ സൈഡിൽ വലിയൊരു സൈഡ് വലിയ പോയി. അത് പിന്നെ ഒരേ പ്രായക്കാരാകുമ്പോഴുണ്ടാവുന്ന ഇവിടെ പ്രായം ഒരു മാനദണ്ഡമാണെന്ന് എനിക്ക് പ്രായം ഒരു മാനദണ്ഡം ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എതിരെ ഞാൻ അവിടെ ഒന്നും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഇതൊക്കെ വീട് ഇങ്ങോട്ട് വാങ്ങാനല്ലേ പറഞ്ഞേ. ചില സമയത്ത് അതേപോലെയാണ്. ചില സമയത്ത് സൈലൻസ് ആണ് ഏറ്റവും വലിയൊരു ഇതാണ് മാറുന്നത്. ഇത്തരം ഘട്ടങ്ങളെല്ലാം എല്ലാ കാര്യത്തിനും അഭിപ്രായമുള്ള ഒരാൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? കാരണം കൂട്ടുകാരെ തമ്മിൽ അടുപ്പിക്കുക, കൂട്ടുകാരെ തമ്മിൽ തെറ്റിക്കുന്ന പരിപാടി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം. ഞാൻ മാക്സിമം അവരോട് പറയും വഴക്കും വെക്കാണോ ഇല്ലാതെ പോവാന്നുള്ളതാണ്. അത് ഇങ്ങനത്തെ ഒരു പ്രധാന ചടങ്ങൊക്കെ ആയിട്ട് കയറി വരുന്ന സമയത്ത് അങ്ങോട്ട് പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ. കണ്ടിട്ടില്ല. വിഷയമില്ലല്ലേ, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അല്ല ഇത് പറഞ്ഞു വന്നപ്പോ ഇവരിപ്പോ ഇത്ര വലിയ വല്യച്ചന്മാരെ സംസാരിക്കുക. ചെയ്ത് മോശമായി പോയി, ചെയ്ത് മോശം. കാരണം ഞങ്ങൾ സിനിമ ചെയ്ത് മോശമല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു മോശം കണ്ടുപിടിക്കും. അത് ശരിയാ, അതൊരു വലിയ ഇപ്പൊ ഇത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാം മോശപ്പെട്ടതും ഭയങ്കര അഗ്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി ഞങ്ങള്. ആ അഗ്ലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്യന്റെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ വിട്ടു ആ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ഇതൊരു സുഹൃത്തുക്കൾക്കിടയിൽ നടന്നൊരു സംഭവമായി കണക്കാക്കി കൂടെ എന്നുള്ള രീതിയിലാണ് കണക്കാക്കി. ഞാനൊരു സുഹൃത്തുക്കളുടെ ഇതിൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്റെ സുഹൃത്താണല്ലോ അവൻ. അതെ അതെ, നിങ്ങളൊരു സുഹൃത്താണ്, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അത്രേ ഉള്ളൂ. സത്യസന്ധമായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ആ അഭിപ്രായം അവിടെ ദുർഗയ്ക്ക് ഒന്നും അറിയാൻ ദുർഗ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. എന്താ അവിടെ സംഭവിക്കുന്നത്?